ഫേസ്ലെസ് ആണ്. അങ്ങനെ കേരളത്തില് ആദ്യമായിട്ട് ശരിക്കും 2025 ഏറ്റവും നല്ലൊരു കാര്യം നടന്നിരിക്കുകയാണ്. ഗ്രീഷ്മയ്ക്ക് തൂക്കുകയറ് വിധിച്ചിരിക്കുകയാണ് കോടതി. പ്രതി ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ എന്നതാണ് നെയ്യാറ്റിൻകര കോടതിയുടെ ശിക്ഷാവിധി. പലതരത്തിലുള്ള കാര്യങ്ങളിലൂടെ ഗ്രീഷ്മ രക്ഷപ്പെടാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. കാരണം അവൾക്ക് നിയമത്തെയും പോലീസുകാരെയും പേടിയില്ലായിരുന്നു. ഒരുത്തനെ നിഷ്കരണം ചതിച്ചുകൊണ്ട് മരണത്തിലേക്ക് തള്ളിവിടാൻ കഴിവുള്ളവൾക്ക് എന്തിനാണ് പോലീസിനെയും പട്ടാളത്തെയും പേടിക്കേണ്ടത്? അതുകൊണ്ട് തന്നെ അവള് നല്ല കോൺഫിഡൻസിലായിരുന്നു. 2 ദിവസത്തേക്ക് വിധി മാറ്റിവെച്ചപ്പോൾ അവൾക്ക് കിട്ടാനിരിക്കുന്ന ശിക്ഷയെക്കുറിച്ച് എന്താണ് പറയാനുള്ളതെന്ന് കോടതി ചോദിച്ചപ്പോൾ അവൾ എഴുതിയ എഴുത്തിൽ പറഞ്ഞിരുന്നത്, പത്രപ്രവർത്തകർ എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെന്ന് ചോദിക്കുമ്പോൾ 38 വയസ്സ് വരല്ലേ, അതുവരെ ഞാൻ ജയിലിൽ കിടന്നുള്ളൂ, അത് കഴിഞ്ഞ് ഞാൻ ജീവിച്ചോളാം. പുള്ളിക്കാരി സ്ട്രോങ് ആണ്. അത്രയ്ക്കും കോൺഫിഡൻസോട് നിന്ന ഗ്രീഷ്മയ്ക്ക് ഷാരൂണിന്റെ വീട്ടുകാര് നിയമത്തിലും നിയമ സംവിധാനത്തിലും വിശ്വാസം വെച്ചതുപോലെ തന്നെ 8ന്റെ പണിയാണ് കിട്ടിയിരിക്കുന്നത്. മരണം വരെ തൂക്കിലേറ്റുമെന്നാണ് ഗ്രീഷ്മയ്ക്ക് കോടതി വിധിച്ചിരിക്കുന്നത്. ഷാരോണിന്റെ അച്ഛനും അമ്മയുമാണ് നമുക്കൊപ്പമുള്ളത്. മോൻ്റെ ഇതിന് ശേഷം ഹസ്ബൻഡിന് സ്ട്രോക്ക് വന്നു. ഇപ്പോൾ ട്രീറ്റ്മെൻറ്റിലാണ്. 7.5 മാസമായി. ഞങ്ങൾ വളരെ മാനസിക വിഷമത്തിലൂടെ കടന്നു പോകുന്നത്. എങ്ങനെ ജീവിക്കണമെന്ന് അറിഞ്ഞുകൂടാ. മരിച്ച് ജീവിക്കണം ഓരോ ദിവസവും. അവർക്ക് എന്തിനു വേണ്ടി ജീവിക്കുന്നു എന്ന് പോലും അറിയാതെയാണ് ഓരോ നിമിഷവും അവരെ തള്ളി നീക്കിക്കൊണ്ടിരുന്നത്. ഏതായാലും അവരുടെ ജീവിതത്തിന് ഉത്തരം കിട്ടിയിരിക്കുകയാണ്. അവരുടെ കണ്ണീരിന് വിലയുണ്ടായിരിക്കുകയാണ്. എനിക്ക് തൃപ്തിയാണ്. ബഹുമാനപ്പെട്ട നീതിന്യായ കോടതിക്ക് 1000 നന്ദി അർപ്പിക്കുന്നു. അവിടെയും നിസ്സംഗതയോടുകൂടി നിന്നാണ് ഈ വിധി ഗ്രീഷ്മ കേട്ടതെന്ന് മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നു. കാരണം ഇനിയും മുകളിലേക്കൊക്കെ അപ്പീലിന് പോകാം എന്നുള്ള ചിന്തയായിരിക്കാം. എന്നിരുന്നാലും ഏറ്റവും നല്ലൊരു കാര്യമാണ് നമ്മൾ ഈ കേട്ടത്. ഗ്രീഷ്മയെ പോലെ ഇത്രയും ക്രൂരമായി ചിന്തിക്കുന്ന ഒരു വ്യക്തിക്ക്, അതായത് പ്രേമത്തെ തന്നെ കൊന്ന് ഇത്രയും നിഷ്കളങ്കരായ ഒരു ചെറുപ്പക്കാരനെ ഇല്ലാതാക്കിയത് വെറുതെ വിട്ടിരുന്നതിലും കുഴപ്പമില്ലായിരുന്നു, എന്തെങ്കിലും ചെയ്തിട്ട് വിട്ടിരുന്നതിലും കുഴപ്പമില്ലായിരുന്നു. ഇത്രയും നിഷ്ഠൂരമായ ഒരു കൊലപാതകം ഇന്റലിജന്റ് ആയിട്ട് ചെയ്ത ഒരു വ്യക്തിയെ ഇനി സമൂഹത്തിലേക്ക് ഇറക്കി വിട്ടാൽ അത് വലിയ ദോഷങ്ങൾ ചെയ്യുമെന്ന് പൂർണ്ണമായ ബോധ്യത്തോടുകൂടി കോടതി അവൾക്ക് വധശിക്ഷ വിധിച്ചിരിക്കുകയാണ്. ചേട്ടാ, എങ്ങനെ ഈ ശിക്ഷയെ കാണുന്നു? 100% ഇത് മറ്റുള്ള ഒരു ഷാരോൺ ഇനി കേരളത്തിൽ വരാൻ പാടില്ല. അതിനുവേണ്ടിയുള്ള അർഹതപ്പെട്ട വിധി തന്നെ, ശിക്ഷാവിധി തന്നെ ഗ്രീഷ്മയ്ക്ക് കിട്ടിയിരിക്കുന്നതാണ് എന്റെ അഭിപ്രായം. ഈ വിധി എത്രയും പെട്ടെന്ന് നടപ്പിലാക്കണമെന്നാണ് എനിക്ക് എന്റെ അഭിപ്രായം. ഇതിന് പകരമായിട്ട് അവൾ സമർപ്പിച്ച ഹർജിയിൽ പറയുന്നത് തന്റെ ഈ ബന്ധത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ അവൻ തയ്യാറായിരുന്നില്ല. അതുമാത്രമല്ല, തന്നെ അവൻ ഉപദ്രവിച്ചിരുന്നു. തന്റെ വീഡിയോ ദൃശ്യങ്ങൾ, ഇന്റിമേറ്റ് ആയിട്ടുള്ള വീഡിയോ ദൃശ്യങ്ങൾ പുറത്ത് പ്രചരിപ്പിക്കുമെന്ന് അവൻ പറഞ്ഞിരുന്നു. ഇതൊക്കെ കൊണ്ടാണ് താൻ അവനെ കൊന്നതെന്ന്, ഇത്രയും പ്ലാൻഡായി, ഇത്രയും ക്രൂക്കഡായ വേയിൽ അവനെ കൊന്നതെന്ന്. ഇതൊന്നും കോടതി ചെവിക്കൊണ്ടില്ല. കാരണം കോടതിക്ക് വ്യക്തമായിട്ട് മനസ്സിലായിരുന്നു, ഒഴിഞ്ഞുപോയ ഷാരോണിനെ, ഇവളുടെ കരച്ചിലും മുതലക്കണ്ണീരും കണ്ട് ഒഴിഞ്ഞുപോയ ഷാരോണിനെ വീണ്ടും വിളിച്ചു വരുത്തി തന്റെ മരിച്ചുപോകുന്ന ആദ്യ ഹസ്ബൻഡ്, അതായത് തന്റെ ജാതകപ്രകാരം ആദ്യം കല്യാണം കഴിക്കുന്ന ആള് മരിച്ചു പോകുമെന്നാണ്. ആ മരിച്ചു പോകുന്ന ആളായിട്ട് ഷാരോണിനെ വിഷം കൊടുത്ത് കല്യാണത്തിന് ശേഷം, അതായത് നെറ്റിയിൽ സിന്ദൂരം തൊട്ടതിന് ശേഷം കല്യാണം നമ്മൾ കഴിച്ചു എന്ന് പറഞ്ഞ് വിഷം കൊടുത്ത് കൊല്ലുന്ന ഗ്രീഷ്മേനെ കോടതി മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ കേരളത്തിന്റെ, ഞാൻ പറഞ്ഞ പോലെ 2025 ഏറ്റവും നല്ല ന്യൂസ് ആയിട്ട് നമുക്കിതിനെ കാണാം. തക്കതായിട്ടുള്ള വിധി തന്നെ കൊടുത്തത്. ഈ വിധി അത്യാവശ്യമാണ്. ആ ജഡ്ജിക്കാണ് സല്യൂട്ട് കൊടുക്കുന്നത്. അതുകൂടാതെ കൂട്ടുനിന്ന അമ്മാവന് 3 വർഷം കഠിന തടവാണ്. ഇപ്പോ ആസൂത്രിതമായ ഈ കൊല നടത്തിയത് കൂടാതെ പോലീസ് കസ്റ്റഡിയിലിരിക്കുമ്പോ പോലീസിനെ കേസ് വഴിതിരിച്ചു വിടാൻ വേണ്ടി ആത്മഹത്യാ ശ്രമത്തിന്റെ നാടകം അരങ്ങേറ്റിയ ഗ്രീഷ്മേനെ കോടതി അത്രയും ക്രൂക്കഡായിട്ട് ഒരു പേഴ്സൺ ആയിട്ടാണ് കരുതുന്നത്. 3 പേരെയും ശിക്ഷിക്കണമായിരുന്നു. അമ്മയ്ക്ക് ശിക്ഷ കൊടുക്കണമായിരുന്നു. അവളും കൂട്ടു നിന്നതല്ലേ എന്റെ പൊന്നു മോനെ. ഗ്രീഷ്മയുടെ അമ്മേനെ വെറുതെ വിട്ടപ്പോൾ കോടതി, അത് ഭയങ്കര വിഷമമുണ്ടാക്കുന്ന കാര്യമാണെങ്കിൽ പോലും കോടതി വിധിയെ മാനിക്കുന്നുവെന്ന് പറഞ്ഞ ഷാരോണിന്റെ അമ്മയ്ക്കും പിതാവിനും അതുപോലെ തന്നെ അവന്റെ സഹോദരനും ഇപ്പോൾ വ്യക്തമായ രീതിയിലുള്ള നീതി കിട്ടിയിരിക്കുകയാണ്. വധശിക്ഷ തന്നെ കിട്ടിയിരിക്കുകയാണ്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമായിരുന്നു. കാരണം വധശിക്ഷ പോലുള്ള കാര്യങ്ങള് കുറെ കാലങ്ങളായിട്ട് ഇല്ലാതിരുന്നതാണ്. അപ്പം അതിനോടനുബന്ധിച്ച് നടന്ന ഈ വിധി കേരളക്കരയാകെ ഒന്നോടെ സന്തോഷത്തോടെയാണ് എതിരേൽക്കുന്നത്. നീതിപീഠത്തിനോട്
നമ്മൾ ഇതുവരെ കാണിച്ച ബഹുമാനം ഏറി വരികയാണ്. കാരണം ഇത്രയും നല്ലൊരു വിധിയിലൂടെ നീതിപീഠം സമൂഹത്തിൽ നന്മയുള്ളവന്റെയും നിഷ്കളങ്കന്റെയും കൂടെയാണെന്നുള്ളത് തെളിയിച്ചിരിക്കുകയാണ്. സന്തോഷത്തോടുകൂടി സമൂഹത്തില് സത്യം ചെയ്ത് ജീവിക്കാനുള്ള പ്രേരണ ഉണ്ടാക്കുന്നതാണ് നീതിപീഠത്തിന്റെ ഈ ഒരു വിധി പ്രസ്താവന. സത്യം ചെയ്യുന്നവന്റെ കൂടെ എന്നും നീതിപീഠം ഉണ്ടായിരിക്കുമെന്ന് ഈ ഒരു വിധി പ്രസ്താവനയിലൂടെ തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്.